ഈ അടുത്ത സമയത്ത് ഞാൻ യൂസഫ് അലിയുടെ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇങ്ങനെ കേൾക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒത്തിരി കേൾക്കാറുണ്ട്, ഒരുപാട് പഠിക്കാനുള്ള മനുഷ്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊണ്ട വല്ലാതെ ഇങ്ങനെ ചുമച്ചിട്ട് വെള്ളം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ 5ാമത്തെ സ്റ്റേജാണിത്. കഴിഞ്ഞ 30 ദിവസമായി ഇതുപോലെയാണ് എൻ്റെ സ്റ്റേജുകൾ. ഇവിടെ ഒരു ചോദ്യം, ഒരു ബിസിനസ്സുകാരനായ യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ ഒരു മിനിറ്റിനു വേണ്ടി കോടികൾ വിലയോടെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരുപാട് പേർ കാത്തു നിൽക്കേ, അദ്ദേഹത്തിൻ്റെ ഒരു മിനിറ്റിന് വേണ്ടി കമ്പനികളുടെ കോർപ്പറേറ്റ് ആളുകൾ കാത്തു നിൽക്കേ, അദ്ദേഹത്തിനെ കൊണ്ടൊരു കട തുടങ്ങിപ്പിക്കാനായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ഭരണാധികാരികൾ ഒരുപാട് പേർ കാത്തു നിൽക്കേ, എന്തിനാണ് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി ഗ്രാമത്തിലെ ആളുകളോട് സംസാരിക്കുന്നത്? എന്തിനാണ്? ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കും, അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം ചെയ്യലാണ്, അദ്ദേഹം നന്മ ചെയ്യുന്ന ആളാണ്, ഒക്കെ ശരി. പക്ഷെ അതിനകത്തൊരു ബ്രാൻഡിങ് ഉണ്ട്. അഥവാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം, ടൊയോറ്റ എന്നൊരു ബ്രാൻഡ് നിങ്ങൾ കേൾക്കുന്നു, ടൊയോറ്റ എന്നൊരു ബ്രാൻഡ് കേൾക്കുന്നു, എന്താ മനസ്സിൽ വന്നത്? വെഹിക്കിൾസ്. ആ ടൊയോട്ട എന്ന ബ്രാൻഡിന്റെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, എന്താ സിമ്പിള്? വെഹിക്കിൾസ്. അപ്പോൾ ഫോർച്യൂണർ ആവാം, ഇന്നോവ ആവാം, ഒന്നുകിൽ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റാണ് നമ്മളെ, അതായത് ഹിന്ദുസ്ഥാൻ ലിവറിനെ കേട്ടാൽ ലെക്സസ് ഓർമ്മ വരും, ശരിയല്ലേ? കാഡ്ബറീസ് ചോക്ലേറ്റ് കേട്ടാൽ ഒരു ചോക്ലേറ്റ് ഓർമ്മ വരും. ചോദിക്കുന്നത്, ലുലു എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ആരെയാ ഓർമ്മ വരുക? ലുലു എന്ന് കേട്ടാൽ യൂസഫ് അലിയാണ് ഓർമ്മ വരിക. അഥവാ നിങ്ങൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ലുലുവിൻ്റെ അടയാളപ്പെടുത്തിയ ടീഷർട്ടും ധരിച്ചുകൊണ്ടൊരു പയ്യൻ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എനിക്ക് പരിചയമുള്ള, എൻ്റെ അയൽപക്കത്തെങ്ങാനുമുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള യൂസഫ് അലിയെ നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. മാത്രവുമല്ല, നമുക്കൊരു വിശ്വാസമുണ്ട് യൂസഫ് അലിയായിട്ടുണ്ട്. എന്താ? കാശ് നോക്കാതെ, പണം നോക്കാതെ പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, ആർദ്രതയും അലിവുമുള്ള മനുഷ്യനാണ്, കരുണയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും പറ്റിക്കൂല. ആ ഒരു ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്കുണ്ട്. ശരിയാണോ? അതാണ് അതിൻ്റെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡിങ്ങിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ അദ്ദേഹം അത് കരുണയായിരിക്കാം, ചാരിറ്റി ആയിരിക്കാം, പക്ഷെ അതിനിടയിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവരുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ട്, ലോകം അത് കാണുന്നുണ്ട്.